ഹായ്, ഞാൻ shinidhaneesh. നമുക്കിന്നിവിടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു തിക്കായിട്ടുള്ള ഒരു ബീഫ് ഗ്രേവി ഉണ്ടാക്കിയാലോ? നമ്മുടെ പൊറാട്ടയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണിത്. ശരിക്കും ഒരു സിമ്പിൾ കറിയാണ്. നമുക്കിങ്ങനെ കുറേ നേരം വഴറ്റിയിട്ട് അങ്ങനെയുള്ള ഒരു കറിയേ അല്ല ഇത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊക്കെ നോക്കാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതായത് ഇതിൽ നമ്മളധികം മസാല ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഉള്ള പൊടികളൊന്ന് ചൂടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നോർമൽ മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂണ്, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂണ്, ഒരു കൊറിയാണ്ടർ പൗഡർ അതായത് നമ്മുടെ മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂണ്, ഇത്രയും ഇട്ടിട്ട് നമുക്കിതിനൊന്ന് ചൂടാക്കിയെടുക്കണം. നന്നായി വറക്കൊന്നും വേണ്ട, അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പച്ചമുളക് ഒരു 5 എണ്ണം, മല്ലിച്ചപ്പ്, അതേപോലെ തന്നെ കറിവേപ്പില, പിന്നെ 2 വലിയ വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ഒരു വലിയ കഷ്ണം, അതേപോലെ തന്നെ സവോള ഒരു 6 എണ്ണം, പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചുള്ള മുളക് പൊടി, ഇതൊക്കെയാണ് വേണ്ടത്. ഇനി ഇതൊക്കെ കൂടെ ബീഫിൽ നന്നായി തിരുമ്മി പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു ഡവർ എടുക്കാം. വലിയൊരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിലോട്ട് ആദ്യം തന്നെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ വലിയ പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് മാത്രം ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഇറക്കണേറ്റ് മുന്നേ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവോളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഈ ഒരു വെളിച്ചെണ്ണയാണ് നമ്മൾ ആകെ ചേർക്കുന്നുള്ളൂ. പിന്നെ അപ്പോൾ നമ്മളൊരു ഇത്തിരി ഒരു 2-3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതുവരെ നമ്മൾ മസാല പൊടി ചൂടാക്കിയതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് ഈ സമയം 2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി. ബീഫായതുകൊണ്ട് ഇത്തിരി നമുക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഒരു ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് 2-3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരക പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 2 തക്കാളി മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾക്ക് എത്രയാണോ നമ്മൾ തിരുമ്മി പിടിപ്പിക്കുന്നത് അതിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് നന്നായി മസാല ഈ സവോളയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി തിരുമണം. ഞാനൊരു ഏകദേശം ബീഫ് ഇടുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റും ബീഫ് ഇട്ടതിന് ശേഷം ഒരു 15 മിനിറ്റും തിരുമ്മിയിട്ടുണ്ട്. നന്നായി നമ്മൾ തേച്ച് തിരുമ്മി നന്നായി തിരുമ്മിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇനി നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതും ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ഇനി നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കാം. കുക്കർ എടുത്തിട്ട് നമുക്ക് അതിലോട്ട് നമ്മളെ ഈ ബീഫിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലോട്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. പിന്നെ അടി പിടിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഇത്തിരി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു തരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 8ഓളം വിസിൽ നമുക്ക് ആവശ്യമാണ്. എന്നാലാണ് ബീഫ് നന്നായി വേവുള്ളൂ. പിന്നെ ഓരോരുത്തർ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാനിവിടെ 8 വിസിലാണ് അടിച്ചിട്ടുള്ളത്. അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇത്തിരി ലിക്വിഡ് പരുവത്തിലാണ് നമ്മൾ ഈ കറി ഉണ്ടാവുക. വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പെരിഞ്ജീരകപ്പൊടി, അതേപോലെ തന്നെ ബാക്കി നമ്മൾ വെച്ചിരുന്നാർന്ന മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊരു ഫ്രൈ പാനിലോട്ട് മാറ്റാം. ഫ്രൈ പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ കറി ജസ്റ്റ് ഒഴിച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് തിക്കാക്കി എടുക്കുകയാണ് മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ തിക്കാക്കി നമ്മൾ നന്നായി ചൂടാക്കി എടുക്കുമ്പോൾ നന്നായിട്ട് തിക്കാവും ഈ കറി. വേറെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വറുത്തെടുക്കുകയോ ഒന്നും വേണ്ട. അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഇത്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്കിതൊരു നാടൻ പൊറാട്ട എടുത്തിട്ട് ആ പൊറാട്ടയുടെ കൂടെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഗ്രേവി, ഒരു കഷ്ണം ബീഫും അത് മാത്രം മതി. നമുക്ക് ഒരു പൊറാട്ട തന്നെ കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറി. ഒരു ചെറിയൊരു പീസ് പൊറാട്ട അതേപോലെ തന്നെ ഒരു കുറച്ച് ഗ്രേവി എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ചാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.